അടുത്തതായി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. അവിടെ കനത്ത മഴയിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. മണിമലയാർ കര കവിഞ്ഞ് തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം, മംഗലശ്ശേരി, ആറ്റുമാലി, പുളിക്കത്രമാലി എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. തിരുവല്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. പൂർണ്ണമായും ആ വീടിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. തിരുവല്ലയിൽ മാത്രമല്ല, പത്തനംതിട്ടയിൽ പല ഭാഗങ്ങളിലും ഇതാണ് സ്ഥിതി. സി കെ അഭിലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിലാൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ജില്ലയിൽ ഒരു പൊതു സാഹചര്യം എങ്ങനെയാണ്? കോഴഞ്ചേരിയിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള പാതയിൽ മാലക്കരയിൽ നിന്നും കുറിച്ചുമുട്ടം ഭാഗത്തേക്കുള്ള റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി നേരിയ തോതിൽ പുഞ്ചപ്രദേശത്തു നിന്നും വെള്ളം ഉയർന്ന റോഡിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ആയതോടുകൂടി റോഡിൽ ഗതാഗതം പരിപൂർണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകാമായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇരുചക്ര വാഹനങ്ങളുടെ യാത്രയും തടസ്സപ്പെടുന്ന സ്ഥിതിയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ പിന്നെ പമ്പയാർ കടന്നു പോകുന്ന ദൂരം എന്നുള്ളത് ഏറെക്കുറെ 2 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെയാണ് ഈ വെള്ളം കയറുന്നത്? ഇവിടെ 3 കിലോമീറ്റർ കൂടുതലുണ്ട് പമ്പയാർ കടന്നു പോകുന്നത്. പമ്പയാർ കടന്നു പോകുന്നതിന്റെ അവിടുന്ന് ഇവിടുത്തെ ഈ കണ്ടത്തിലേക്ക് വെള്ളം വരുന്നത് പമ്പയുടെയും ആലപ്പുഴയുടെയും പത്തനംതിട്ടയും അതിരായ പുത്തങ്കാവ് കിഴക്കേ ആ പാലം വഴി ക്രോസ് ചെയ്താണ് വണ്ടി വെള്ളം ഇങ്ങനെ കയറി ഉള്ളട വഴി കറങ്ങി അടിക്കുക. വെള്ളം കയറി കണ്ടമ്പത്തി കൂടെ ഇറങ്ങിയ വെള്ളം വരുന്നത് ഇവിടെ അവിടെ ഇപ്പം വെള്ളം വരുന്നത് അങ്ങനെ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ നിറയേണ്ട കണ്ടകളാണ്. പക്ഷെ അത് വെള്ളം വരാൻ താമസം വെച്ചാൽ ഈ ഒരൊറ്റ വളഞ്ഞ വഴിയായി കാരണമാണ് വരാൻ താമസം. ഇന്നലെ തൊട്ട് ഇവിടെ വെള്ളം റോഡിൽ വന്ന് കിടപ്പുണ്ട്. അങ്ങേ അറ്റത്തൊട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. കുറച്ച് കയറി താന്നു, പിന്നെ കയറി വന്നു. ഇന്നിപ്പം ഫുള്ളായിട്ട് ഈ അറ്റം വരെ വന്നിരിക്കുക. ഒരു 100 മീറ്റർ 50 മീറ്റർ മേളിലുണ്ട്. 50 അതിക്കുള്ളൂ. ഒരു 80-70 മീറ്റർ അടുത്ത് നീളത്തിലെ റോഡ് മൊത്തം മുങ്ങി കിടക്കുക. അതിൻ്റെ അടുത്ത് ബാംഗ്ലൂർ റോഡെന്ന് പറഞ്ഞ റോഡുണ്ട്. അതിലും കയറാറായി വരുന്നുണ്ട് വെള്ളം. അട്ടശല്യം ഉണ്ടല്ലേ? അട്ടശല്യം ഭയങ്കര അട്ടശല്യമാണ്. പക്ഷേ ഞങ്ങൾ എല്ലാവരെയും പിടിക്കും. ചാനലുമായിട്ട് വന്നവരെയും പിടിക്കും, എന്നെ പിടിച്ചിട്ടുണ്ട്. കാലെല്ലാം അട്ട കടിച്ച് ദൂരെയൊക്കെ പൊക്കൊണ്ടിരിക്കും. എന്താ കാണാൻ വന്ന? വെള്ളം കാണാൻ വന്നാണ്? നല്ലതാണ്. എന്ത് നല്ലതാണെന്ന്? പക്ഷെ പാമ്പ് കഴിച്ചാൽ പിന്നെ പോവാം. അട്ട കടിച്ചല്ലേ? അട്ട കടിച്ചാൽ ദൂരെയായിരിക്കും കാലം പൊക്കൊണ്ടിരിക്കും. ഭയങ്കര ആര്യ, പുഞ്ചപ്പാടത്ത് വെള്ളം ഉയർന്നാണ് ഈ കൈത്തോട്ടപ്പടി ഭാഗത്ത് വെള്ളം റോഡിലേക്ക് കയറിയത്. ഏറെക്കുറെ 1/2 കിലോമീറ്റർ ദൂരം വെള്ളം ഈ നിലയിൽ തന്നെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്തോറും വെള്ളത്തിന്റെ നില കൂടും. അതുകൊണ്ട് തന്നെ പരിപൂർണമായ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന് അങ്ങേക്കര എന്ന് പറയുന്നത് കുറിച്ചുമുട്ടം, ബാംഗ്ലൂർ റോഡ് പ്രദേശങ്ങളാണ്. ബാംഗ്ലൂർ റോഡ് മുൻപ് നമ്മൾ വാർത്തകളിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. ഏറെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും ഒക്കെ തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയും തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മനോഹരമായ പ്രദേശമാണ്. ആറന്മുള ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഈ പ്രദേശമാണ്. ജില്ലയുടെ പൊതുസ്ഥിതി വിലയിരുത്തുമ്പോൾ ഇടയ്ക്ക് മഴയ്ക്ക് നേരിയ തോർച്ചയുണ്ടെങ്കിൽ പിന്നീട് മഴ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നദികൾ ഒക്കെ തന്നെ കര തൊട്ട് ഒഴുകുന്ന സ്ഥിതിയാണുള്ളത്. അച്ചൻകോവിലും പമ്പയും മണിമലയും സമാന നിലയിൽ തന്നെ ഒഴുകുകയാണ്. തിരുവല്ല നഗരസഭാ പരിധിയിൽ 3 കോളനി പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറ്റുമാലി, അതോടൊപ്പം തന്നെ മംഗലശ്ശേരി കോളനി പ്രദേശങ്ങളിലുള്ള ആളുകളെ. പത്തനംതിട്ടയിലെ ഒരു പൊതുചിത്രമാണ് സി കെ അഭിലാൽ നമുക്ക് പറഞ്ഞത്. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കോട്ടയം ജില്ലയിലേക്ക് പോയാൽ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടാണ്. പുതുപ്പള്ളി പാലൂർപ്പടി റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മീനച്ചിറാൽ പല ഭാഗത്തും കര കവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ പല ഭാഗത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. പുതുപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 2 ഭാഗത്തും മീനച്ചിലാറെല്ലാം കരകവിഞ്ഞൊഴുകി പാടത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ
ആ വെള്ളമാണ് ഈ റോഡിനകത്ത് കയറി കിടക്കുന്നത്. ഈ റോഡിൻ്റെ അങ്ങറ്റം എഴുതി വെച്ചിട്ടുണ്ട് ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത്. അതുപോലും വകവെക്കാതാണ് പലരും ഈ റോഡിലൂടെ വണ്ടി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആ വണ്ടി പകുതി വരെ പോയിട്ട് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല മുന്നറിയിപ്പുകളും ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കോട്ടയം ജില്ലയിൽ മൊത്തമായിട്ട് 4 കോടിയുടെ നഷ്ടമാണ് പാടശേഖരത്ത് വെള്ളം കയറിയത് മൂലം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 4 കോടിക്ക് മുകളിലാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഹെക്ടർ കണക്കിന് പാടത്താണ് വെള്ളം കയറി നഷ്ടപ്പെട്ടത്. പ്രധാനമായിട്ടും വാഴകൃഷി നടക്കുന്ന വാഴകൃഷിയുള്ള പാടത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തോമസ് ആണ് കോട്ടയത്തെ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. നിതിൻ പറയുന്നത് പോലെ ഈ പാടശേഖരങ്ങളിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. കോടികളുടെ നാശനഷ്ടമാണ് കോട്ടയം ജില്ലയിൽ മാത്രം ഈ ഒരു 2 ആഴ്ച കാലവർഷം എത്തിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.